കല്ലാർ ഗ്രാമ്പി റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമ്യൂസ്മെന്റ് റൈഡ്, ഡോഗ് ഷോ, ചിൽഡ്രൻസ് പാർക്ക്, വ്യാപാര വിപണന പ്രദർശനമേള, ഫുഡ് കോർട്ട്, ഫാമിലി ഗെയിം, കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കട്ടപ്പന ഫെസ്റ്റ്. 2022-23 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടക്കുന്നത്. എസ്റ്റേറ്റ് ഉടമകളുമായുള്ള തർക്കം പരിഹരിച്ചതിന് ശേഷമാണ് കല്ലാർ ഗ്രാമ്പി റോഡിന് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. 2.5 കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയാകുന്നതോടെ സത്രത്തിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ പരുന്തുംപാറ വഴി ദേശീയപാത 183 കല്ലാർ കവലിൽ എത്തിച്ചേരാവുന്ന പാതയായി ഇത് മാറും. 2023 ബഡ്ജറ്റ് പ്രസ്താവനയെ തുടർന്ന് ആർമക്കൽ ഗ്രാമ്പി റോഡിന് 5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ്. നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞ് തോട്ട ഉടമകൾ ചില തർക്കങ്ങൾ ഉന്നയിക്കുകയും തടസ്സവാദങ്ങൾ പറയുകയും ചെയ്തു. അതേ തുടർന്ന് ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇത് കല്ലാർ ഗ്രാമ്പി അർണക്കൽ ശബരിമല സത്രം റോഡാണ്, പഴയ രാജപാതയാണ് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ സാഹചര്യത്തിൽ റോഡ് പണി തടസ്സപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളതും അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാണ ജോലികൾ മാർച്ച് 31 മുമ്പ് തന്നെ ശബരിമല, അരണക്കൽ, ഗ്രാമ്പി എന്നീ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ഏറ്റവും എളുപ്പത്തിലെത്താവുന്ന റോഡ് കൂടിയാണിത്. 2025 മെയ് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുവാനാകുമെന്ന് വാഴൂർ സോമൻ MLA പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയ്ക്കിനി ആഘോഷരാവുകൾ. കട്ടപ്പന ഫെസ്റ്റ് ഇന്റർനാഷണൽ എക്സ്പോയിലും തെരഞ്ഞെടുക്കപ്പെട്ട ടൗണുകളിലും മാത്രം പ്രദർശിപ്പിച്ചു വരുന്ന അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇപ്പോൾ കട്ടപ്പനയിലും. 8000 ചതുരശ്രയടി ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾക്കൊപ്പം പെറ്റ് ഷോയും. അമ്യൂസ്മെന്റ് റൈഡ്, ഡോഗ് ഷോ, ചിൽഡ്രൻസ് പാർക്ക്, വ്യാപാര വിപണന പ്രദർശനമേള, ഫുഡ് കോർട്ട്, ഫാമിലി ഗെയിം, കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കട്ടപ്പന ഫെസ്റ്റ്.